ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അയർലൻഡിലേക്ക് റിക്രൂട്ട്മെന്റ് നടത്തുന്ന ഈ ഏജൻസികൾ തട്ടിപ്പാണ് എന്നൊരു തമ്മിൽ കാണുമ്പോഴത്തേക്ക് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന മെയിനായിട്ട് രണ്ട് ക്വസ്റ്റ്യൻ ആയിരിക്കും. ഏതാണ് ആ ഏജൻസി, അതേപോലെ തന്നെ ഈ തട്ടിപ്പ് എങ്ങനെ നമുക്ക് കണ്ടെത്താം. ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനായിട്ടുള്ള പ്രധാന കാരണം എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഇന്നലെ വന്നൊരു മെസ്സേജാണ്. അപ്പം ആ മെസ്സേജ് മാത്രമല്ല, അതുപോലെ ഒത്തിരി മെസ്സേജസ് ഇതിനു മുന്നേ ഞാൻ റിസീവ് ചെയ്തിട്ടുണ്ട്. അപ്പം അതൊക്കെ വെച്ച് ഞാൻ വിചാരിച്ചു എന്നാൽ ഒരു വീഡിയോ ചെയ്ത് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാമെന്ന്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എന്തായാലും നമുക്ക് സ്ട്രേറ്റ് വീഡിയോയിലേക്ക് പോകാം. കൺട്രിയിലേക്ക് റിക്രൂട്ട്മെന്റ് നടത്തുന്ന ഏജൻസികളാണെങ്കിലും അത് തട്ടിപ്പാണോ എന്നറിയാനായിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒന്നാമത്തെ കാര്യം, അവർ നിങ്ങൾക്ക് ഒത്തിരി ഓഫേഴ്സ് തരും. ഇപ്പോൾ നിങ്ങൾ കെയർ വിസയിൽ വരാനിരിക്കുന്ന ഒരാളാണെങ്കിൽ അവർ നിങ്ങളോട് പറയും 17 to 18 euro പെർ അവർ നിങ്ങൾക്ക് സാലറി കിട്ടും, നിങ്ങൾക്ക് മന്ത്ലി ഒരു 3 lakhs സാലറി കിട്ടും, നിങ്ങൾക്ക് ഉടനെ തന്നെ നിങ്ങളുടെ ഫാമിലിയെ കൊണ്ടുവരാം. ഇങ്ങനെ കുറേ ഓഫേഴ്സ് വെക്കുമ്പോഴത്തേക്ക് അവരുടെ ആദ്യ പടി വിജയിച്ചു കഴിഞ്ഞു, നമ്മൾ വീണു. ഇൻ കേസ് നിങ്ങൾക്ക് അതിനുള്ള യോഗ്യത ഇല്ലെങ്കിൽ അവർ പറയും ഇന്നടത്ത് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള യോഗ്യത കാണിക്കുന്ന രീതിയിലുള്ള സർട്ടിഫിക്കറ്റ്സ് റെഡിയാക്കി കിട്ടും, അല്ലെങ്കിൽ അത് സാരമില്ല നമുക്ക് ആ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ശരിയാക്കി തരാം, അങ്ങനെയൊക്കെ പറയുന്ന ഏജൻസീസ് ഉണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ളതാണെങ്കിലും തട്ടിപ്പ് ആണെന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ഇതുപോലെ ഫ്രോഡ് രീതിയിലൊക്കെ സർട്ടിഫിക്കറ്റ്സ് ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പിടിക്കപ്പെട്ടാൽ പിന്നെ നിങ്ങൾക്ക് ഒരിക്കലും ഒരു യൂറോപ്യൻ കൺട്രിയിലേക്കും ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ അവർ പറയുന്നത് നിങ്ങളിപ്പോൾ ഒരു 3 അല്ലെങ്കിൽ 4 lakhs ഇപ്പം നമ്മൾ ഏജൻസിക്ക് തന്നെന്ന് വെച്ച് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ നിങ്ങൾക്ക് മന്ത്ലി നിങ്ങൾക്ക് 3 lakhs കിട്ടും, അത് നിങ്ങൾ ചെന്ന് വിത്തിൻ മന്ത്സ് നിങ്ങൾക്ക് അതിൻ്റെ ഡബിൾ ഉണ്ടാക്കാൻ പറ്റും. ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്ക് ശരിക്കും നിങ്ങൾ വിചാരിക്കും കൊള്ളാലോ, എന്തായാലും ചെന്ന് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മന്ത്ലി 3 lakhs സാലറി ഉണ്ട്. അപ്പം ഇതൊക്കെ നിസ്സാരമായിട്ട് ഇൻ കേസ് ഇപ്പോൾ ലോൺ എടുത്ത് വാങ്ങിച്ചാലും അതെന്തെങ്കിലും കടം വാങ്ങിച്ചാലും ഒക്കെ നിങ്ങൾക്ക് നിസ്സാരമായിട്ട് കൊടുത്തു തീർക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾ വിചാരിക്കും. പക്ഷേ നിങ്ങൾ അറിയേണ്ട കാര്യം, ഇവർ ഈ പറയുന്ന സാലറി എന്ന് പറയുന്നത് അതിനകത്ത് അവർ ടാക്സും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, അല്ലാതെ വരുന്ന കട്ടിങ്സ് ഒന്നും ഇൻക്ലൂഡ് ചെയ്യാന്നാണ് അവർ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ നിങ്ങളോട് 3 lakhs പറഞ്ഞെങ്കിൽ ഇതിന്ന് ടാക്സും കട്ടായി ബാക്കി കട്ടിങ്സ് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് വളരെ അത്രയും ഒന്നും നിങ്ങൾക്ക് കിട്ടത്തില്ല നിങ്ങളുടെ കയ്യിൽ. പിന്നെ ചില ഏജൻസിക്കാർ പറയും നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോം പോലും ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല, അതുവരെ അവർ ചെയ്തു തരാം. അപ്പം അങ്ങനെയൊക്കെ നിങ്ങളെ ഒത്തിരി കംഫർട്ടബിൾ ആക്കുന്ന ഏജൻസീസ് ഉണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട, മിക്കവാറും അത് തട്ടിപ്പായിരിക്കും. അതല്ല, ഉള്ള കാര്യം ഉള്ളതുപോലെ, അതായത് ഇപ്പം നമുക്ക് വേക്കൻസീസ് ഇല്ല, കുറച്ച് വെയിറ്റ് ചെയ്താൽ ചിലപ്പം നിങ്ങൾക്ക് വേക്കൻസീസ് വരാം. അതേപോലെ നിങ്ങളുടെ പേപ്പർ വർക്ക്സ് നിങ്ങളാണ് ചെയ്യേണ്ടത്, നമ്മൾ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്ത് തരാം, നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത് തരാം. നിങ്ങൾക്ക് ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും കോൺടാക്ട് ചെയ്യാം. ഇങ്ങനെയൊക്കെ എന്താ പറയുക, ഒത്തിരി ഹൈപ്പ് കൊടുക്കാതെ പറയുന്ന ഏജൻസീസ് ആണെങ്കിൽ ചിലപ്പോൾ അത് ഒറിജിനൽ ആകാൻ ചാൻസ് ഉണ്ട്. ഒത്തിരി ഹൈപ്പ് കൊടുക്കുന്ന ഏജൻസീസ് ആണെങ്കിൽ അത് തട്ടിപ്പാകാൻ ചാൻസ് ഉണ്ട്. സോ ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും പറയാറുള്ളതാണ്, നിങ്ങളിപ്പോൾ ഒരു ഏജൻസി ചൂസ് ചെയ്യുമ്പോഴത്തേക്ക് ആ ഏജൻസി ത്രൂ നിങ്ങളുടെ ഫാമിലിയോ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരെങ്കിലുമൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവരെ കോൺടാക്റ്റ് ചെയ്തിട്ട് നിങ്ങളവിടെ സേഫാണോ, നിങ്ങൾക്ക് അവിടെ ജോലി കിട്ടിയോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അന്വേഷിച്ചിട്ട് വേണം നിങ്ങളൊരു ഏജൻസി ചൂസ് ചെയ്യാനായിട്ട്. ഞാനൊരു പ്രൈവറ്റ് ഏജൻസി ത്രൂ ആണ് ഇങ്ങോട്ട് വന്നത്, നേഴ്സായിട്ടാണ് ഞാൻ വന്നത്. സോ ഞാൻ ആ ഒരു പ്രൈവറ്റ് ഏജൻസിയിലേക്ക് എത്തിച്ചേരാനുള്ള കാരണം എന്നെ പഠിപ്പിച്ച OIT പഠിപ്പിച്ച ഒരു ട്യൂട്ടർ ആ സെയിം ഏജൻസി ത്രൂ ആണ് പോയത്. പിന്നെ ഞാൻ ട്യൂട്ടറിൻ്റെ നമ്പറൊന്നും എൻ്റെ കയ്യിലില്ലായിരുന്നു. പിന്നെ പുള്ളിക്കാരെ മെസ്സഞ്ചർ ത്രൂ കോൺടാക്റ്റ് ചെയ്തിട്ട് ഞാൻ ചോദിച്ചു ഈ ഏജൻസി എങ്ങനെയാണ്, ഓക്കെ ആണോ, ഇതേപോലെ മാമിന് അവിടെ ജോലി കിട്ടിയോ, മാം സേഫാണോ എന്നൊക്കെ ചോദിച്ച് അന്വേഷിച്ച് ഓക്കെ ആണ്, ജോലിയൊക്കെ കിട്ടി, നല്ല ഏജൻസിയാണ്, കുഴപ്പമില്ലാത്ത ഏജൻസിയാണെന്ന് കണ്ടതിന് ശേഷമാണ് ഞാൻ ആ ഏജൻസി ത്രൂ പോകാനായിട്ട് പിന്നെ തീരുമാനിച്ചത്. സോ അങ്ങനെ നമുക്ക് മുന്നേ ആരെങ്കിലും പോയിട്ടുണ്ടോ ഇതൊക്കെ അന്വേഷിച്ചിട്ട് വേണം നമ്മളൊരു ഏജൻസിക്ക് ക്യാഷോ എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ. ഞാൻ പോയ ഏജൻസി പിന്നെ ഫ്രീ റിക്രൂട്ട്മെൻറ്റ് ആയിരുന്നു, എന്നിട്ട് കൂടി തന്നെ ഇങ്ങനെയൊക്കെ അന്വേഷിച്ചിട്ടാണ് ആ ഏജൻസി ഞാൻ ചൂസ് ചെയ്തത്. അല്ലാതെ ഒരു 3 lakhs അല്ലെങ്കിൽ 4 lakhs കൊണ്ടുപോകാം, ഇപ്പം ശരിയാക്കി തരാം, ഇപ്പം നിങ്ങളെ അയർലൻഡിലെ നേഴ്സാക്കാം അല്ലെങ്കിൽ കെയറാക്കാം എന്ന് പറയുന്ന ഏജൻസികളെയൊക്കെ നിങ്ങൾ സൂക്ഷിച്ചോ, തട്ടിപ്പായിരിക്കും. അതേപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളൊരു ഏജൻസിക്ക് എമൗണ്ട് വല്ലതും കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ കയ്യിൽ നിന്ന് ഉറപ്പായിട്ടും അതിനുള്ള റെസിപ്റ്റ് വാങ്ങിക്കണം. റെസിപ്റ്റിൽ അവരുടെ സീലും ഒക്കെ ഉള്ള ഒരു റെസിപ്റ്റ് ആയിരിക്കണം നിങ്ങൾ കൈപ്പറ്റേണ്ടത്.
അതേപോലെ നിങ്ങൾ ഏജൻസിക്ക് എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് ഒക്കെ സൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു കോപ്പി നിങ്ങളുടെ കയ്യിൽ വേണം. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഫോണിലെങ്കിലും അതിൻ്റെ ഒരു ഫോട്ടോ എടുത്തേക്കണം. നിങ്ങൾ എന്തെങ്കിലും സൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഡോക്യുമെൻറ്റ്സ് ഒക്കെ നന്നായിട്ട് വായിക്കണം. ചിലപ്പോൾ അതിലൊരു വേർഡ് മതി നമ്മുടെ ലൈഫിൻ്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമാകാനായിട്ട്. ഇപ്പോൾ കെയറേഴ്സിന് മാത്രമല്ല, നഴ്സസ് അയർലൻഡിലേക്ക് വരാനിരിക്കുന്നവർക്കും ഒത്തിരി തട്ടിപ്പുകൾ നേരിടുന്നുണ്ട്. കാരണം ഇപ്പോൾ നഴ്സസിൻ്റെ വേക്കൻസി ഇച്ചിരി കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒത്തിരി ഫ്രോഡ് പരിപാടികൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഏജൻസികൾ ചൂസ് ചെയ്യുമ്പോഴത്തേക്ക് നന്നായിട്ട് ആലോചിച്ച് മറ്റുള്ളവരോട് അന്വേഷിച്ച് ഒക്കെ വേണം ഏജൻസി ചൂസ് ചെയ്യാനായിട്ട്. പിന്നെ ഞാൻ എൻ്റെ കെയർ വിസ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ വീഡിയോസിലും പറയുന്നതാണ് കെയറേഴ്സിന് അയർലൻഡിൽ എത്രയാണ് സാലറി. അപ്പം അവർക്ക് 17-18 യൂറോ പെർ അവർ ഒക്കെ കിട്ടുക എന്ന് പറയുമ്പോൾ തന്നെ അത് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ളൊരു ഇതാണ്. കാരണം 18 യൂറോയൊക്കെയാണ് ഇവിടെ നഴ്സസിന് പല നഴ്സിംഗ് ഹോമിലും സ്റ്റാർട്ടിങ്. അപ്പം അത് കെയറേഴ്സിന് പറയുമ്പോഴത്തേക്ക് ശരിക്കും വിശ്വസിക്കേണ്ടതാണോ എന്നൊക്കെ ഒന്നുകൂടെ ഒന്ന് ആലോചിക്കുക. അതേപോലെ തന്നെ ഫാമിലിയെ കൊണ്ടുവരുന്ന കാര്യം, നിങ്ങൾ കെയറേഴ്സ് ആയിട്ട് വരുമ്പം ജനറൽ വർക്ക് പെർമിറ്റിലാണ് വരുന്നത്. നിങ്ങൾക്ക് ഉടനെ നിങ്ങളുടെ ഫാമിലിയെ കൊണ്ടുവരാൻ പറ്റത്തില്ല. ഒരു 1 ഇയർ ടൈമൊക്കെ പിടിക്കും. അത് കഴിഞ്ഞ് കുറച്ച് ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ട്. ക്രിട്ടിക്കൽ സ്റ്റിൽ വർക്ക് പെർമിറ്റിലുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ഫാമിലിയെ കൊണ്ടുവരണമെങ്കിൽ നിങ്ങൾക്ക് വർക്ക് പെർമിറ്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടി കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയെ കൊണ്ടുവരാനായിട്ടുള്ള പേപ്പർ വർക്ക്സ് സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ ജനറൽ വർക്ക് പെർമിറ്റിലുള്ള ഒരാൾക്ക് നിങ്ങൾ വന്ന് 2 വീക്സിനകത്ത് ഫാമിലിയെ കൊണ്ടുവന്ന് അവരും ജോലിക്ക് കയറ്റി അങ്ങനെയൊന്നും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പം ഇതൊക്കെ ഞാൻ പറയാനായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒത്തിരി മെസ്സേജസ് വരുന്നുണ്ട്. അപ്പം ഇങ്ങനത്തെ മെസ്സേജസ് ഒക്കെ ഒത്തിരി വരുന്നുണ്ട്. ഇന്നലെയും കൂടെ അങ്ങനത്തെ ഒരു മെസ്സേജ് വന്നു. അതുകൊണ്ടാണ് ഇങ്ങനൊരു ടോപ്പിക്ക് തന്നെ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഇൻസ്റ്റാഗ്രാമിൽ എന്നെ ഫോളോ ചെയ്തിട്ട് മെസ്സേജ് അയക്കുന്ന എല്ലാവർക്കും ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. ഇൻ കേസ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ഒത്തിരി മെസ്സേജസ് വരുന്നത് കൊണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ഒന്നുകൂടെ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ മെസ്സേജസ് അയക്കുമ്പോഴത്തേക്ക് ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ഏതെങ്കിലും ഒരു ഏജൻസിയുടെ പേര് പറഞ്ഞിട്ട് ഞാൻ ഇന്നപോലെ സൗദിയിലുള്ളതാ അല്ലെങ്കിൽ കുവൈറ്റിലുള്ളതാ അപ്പോൾ അവിടെ നിന്നുള്ള ഏജൻസിയാണ്, ഈ ഏജൻസി വിശ്വസിക്കാവോ എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല അങ്ങനെ പറഞ്ഞു തരാൻ. ഇതേപോലെ തട്ടിപ്പിന് ഇരയാകുന്നവർ അവരവരുടെ ഏജൻസിയുടെ പേരൊക്കെ പറയാറുണ്ട്. അപ്പം അങ്ങനെയുള്ള ആ ഏജൻസിയാണ് ഇതെങ്കിൽ എനിക്ക് മനസ്സിലാകും. ഇപ്പോൾ നിങ്ങളൊരു ഏജൻസിയുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ ഈ ഏജൻസിയാണ്, അല്ലെങ്കിൽ ചിലർ യൂട്യൂബ് വീഡിയോസിൻ്റെ താഴെ കമൻറ്റ് ചെയ്യാറുണ്ട് ഇന്ന ഏജൻസികളൊക്കെ സൂക്ഷിക്കണം. അപ്പം ആ ഏജൻസിയൊക്കെ എനിക്ക് അതിൻ്റെയൊക്കെ പേരുകൾ ഓർമ്മയുണ്ട്. അപ്പം അതൊക്കെയാണ് നിങ്ങൾ ചോദിക്കുന്ന ഏജൻസിയെങ്കിൽ ഉറപ്പായിട്ടും ഞാനത് പറയും. ഇതേപോലെ ഞാൻ കണ്ടു, അപ്പോൾ എനിക്ക് അറിയത്തില്ല എന്ന് പറയും. ഞാൻ കേട്ടിട്ട് പോലും ഇല്ലാത്ത ഏജൻസിയുടെയൊക്കെ പേര് ചോദിച്ചിട്ട് ഇത് വിശ്വസിക്കാമോ വിശ്വസിക്കാൻ പറ്റത്തില്ലയോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. മാം ഒന്ന് പറയുമോ, എനിക്ക് ഇപ്പോൾ 3 lakhs അല്ലെങ്കിൽ 4 lakhs അവർ ചോദിക്കുന്നുണ്ട്, ഞാൻ കൊടുത്തോട്ടെ. ഞാൻ എന്തോ ഉറപ്പിൻ്റെ പേരിലാണ് നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ധൈര്യമായിട്ട് കൊടുത്തോളൂ എന്ന് ഞാൻ എങ്ങനെ പറയും? കാരണം എനിക്ക് ആ ഏജൻസിയെക്കുറിച്ച് ഒന്നും അറിയത്തില്ല. കാരണം ഇപ്പോൾ ഒത്തിരി ഏജൻസികളുണ്ട്. അപ്പം ഇതിൽ ഏത് വിശ്വസിക്കാൻ പറ്റും ഏത് വിശ്വസിക്കാൻ പറ്റത്തില്ല എന്നൊന്നും പറയാൻ ഞാൻ ആളല്ല. നിങ്ങൾ തന്നെയാണ് അവരുമായിട്ട് ഇടപെടുന്നത്. അവരുടെ സംസാര രീതിയിൽ നിന്നും അവരുടെ പെരുമാറ്റത്തിൽ നിന്നൊക്കെ നിങ്ങളാണ് മനസ്സിലാക്കേണ്ടത് അത് തട്ടിപ്പാണോ അല്ലയോ എന്നുള്ളത്. അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുന്നവർ പലരും വാട്സപ്പ് നമ്പർ ചോദിക്കാറുണ്ട്. ഞാൻ ആർക്കും വാട്സപ്പ് നമ്പർ ഒന്നും പ്രൊവൈഡ് ചെയ്യാറില്ല. നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുന്ന പോലെ തന്നെയാണല്ലോ ഇൻസ്റ്റാഗ്രാമിലും നിങ്ങൾക്ക് മെസ്സേജസ് ചെയ്യാം. ഞാൻ ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. നിങ്ങൾ ഇൻസ്റ്റയിലൊന്ന് ഫോളോ ചെയ്തിട്ട് നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറയാനായിട്ടുള്ള കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ ഇതുപോലെ ഒത്തിരി മെസ്സേജസ് വരുന്നത് കൊണ്ടാണ് ഇതുപോലെ ക്യാഷ് ചോദിക്കുന്നുണ്ട് കൊടുത്തോട്ടെ എന്ന്. അപ്പം അത് നിങ്ങൾ തന്നെയാണ് ഡിസൈഡ് ചെയ്യേണ്ടത് കൊടുക്കണോ വേണ്ടയോ എന്നുള്ളത്. പിന്നെ നിങ്ങൾ ക്യാഷ് കൊടുക്കുന്നതിന് മുന്നേ ഒരു കാര്യം അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുകയാണ്. നിങ്ങളിപ്പോൾ കെയറായിട്ട് അയർലൻഡിൽ വന്നാലും നേഴ്സായിട്ട് അയർലൻഡിൽ വന്നാലും നിങ്ങളെ കൊണ്ടുവരുന്ന ഏജൻസിക്ക് ഒരു എമൗണ്ട് ഇവിടുത്തെ എംപ്ലോയർ കൊടുക്കുന്നുണ്ട്. അത് കൂടാതെയാണ് നിങ്ങൾ കൊടുക്കുന്നത്. അപ്പം ഫ്രീ റിക്രൂട്ട്മെൻറ്റിൽ വരികയാണെങ്കിൽ നിങ്ങൾ എമൗണ്ട് കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് ആ ഏജൻസിക്കാർക്ക് ഇവിടുത്തെ എംപ്ലോയറാണ് കൊടുക്കുന്നത്. അപ്പം അല്ലാതെ നിങ്ങളുടെ കയ്യിൽ നിന്ന് 4 lakhs 12 lakhs ഒക്കെ വാങ്ങിക്കുന്ന ഏജൻസിക്കാർ നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ എംപ്ലോയറിൻ്റെ കയ്യിൽ നിന്നും വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുന്നതാണ്. വേറൊരു വിസ ജോബ് വേക്കൻസി ഉണ്ട്, അതേപോലെ വേറെ എന്തെങ്കിലും ജോബ് വേക്കൻസീസ് ഒക്കെ ഉണ്ടെന്ന് അറിയുമ്പോഴത്തേക്ക് നിങ്ങൾ ജസ്റ്റ് ഒന്നും അന്വേഷിക്കാതെ എന്നാ പിടിച്ചോ എന്ന് പറഞ്ഞ് പൈസയും കൊടുത്ത് പിന്നെ കരഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഇച്ചിരി ലേറ്റ് ആയാലും നന്നായിട്ടൊന്ന് അന്വേഷിച്ചിട്ട് നിങ്ങൾ ഏജൻസി ചൂസ് ചെയ്യുക.
എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിരിക്കുന്നത്. അതുപോലെ പലരും എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും ഒക്കെ വെച്ചാണ് ഈ വീഡിയോ ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.